നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഹെൽത്തി ആയിട്ട് ഒരു ഔഷധ പുട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിക്കുന്നുണ്ട്. omega-3 ഫാറ്റി ആസിഡ്സ് ഉള്ള കുറച്ച് സീഡുകളാണ്. ഫ്ലാക്സ് സീഡുണ്ട്, പംകിൻ സീഡുണ്ട്, ലിൻസീഡുണ്ട്. ഇതെല്ലാം ആമസോണിൽ അവൈലബിൾ ആണ്. ഇത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനും പലതരത്തിലുള്ള ക്യാൻസർ തടയുന്നതിനും ശരീരത്തിന് ആവശ്യമുള്ള പല മിനറൽസിൻ്റെയും ഒരു നല്ല സോഴ്സാണ് ഈ ഫ്ലാക്സ് സീഡ്. ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് തണുപ്പിച്ചതിന് ശേഷം പൊടിച്ചു വെക്കുക. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് പുട്ടുണ്ടാക്കാനായിട്ട് ഞാൻ വെള്ള പുട്ടുപൊടിയും പിന്നെ ചെമ്പ പുട്ടുപൊടിയുമാണ് എടുത്തിരിക്കുന്നത്. ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ പൊൻകതറിൻ്റെ എടുത്തതേ ഉള്ളൂ. വെള്ള പച്ചരിയുടെ പുട്ടുപൊടി 1/2 കപ്പും പിന്നെ ചെമ്പ പുട്ടുപൊടി 1/4 കപ്പുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എത്രമാത്രം പൊടി എടുക്കുന്നോ അത്രയും വെള്ളവും ആവശ്യമാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നേരത്തെ തന്നെ നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ഈ omega-3 സീഡ്സിൻ്റെ 1 സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലതായിട്ടൊന്ന് ഇളക്കുക. ഓട്സ് ഉണ്ടാക്കുമ്പോഴും പുട്ടുണ്ടാക്കുമ്പോഴും ഈ പൊടികൾ ചേർത്താൽ നല്ല ആരോഗ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് നല്ലതായിട്ട് ഇളക്കുക. അടച്ച് 20 മിനിറ്റ് വെക്കുക. അത് ഓരോ പുട്ടുപൊടിയുടെയും അതാത് കമ്പനിക്കാർ ചെയ്യുന്ന രീതിയിൽ അത് തന്നെ ഫോളോ ചെയ്യുക. നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുക. ഈ മെത്തേഡിൽ പുട്ടുണ്ടാക്കിയാൽ നമ്മൾക്ക് കൈയും കൊണ്ട് നനയ്ക്കാതെ തന്നെ പുട്ടുണ്ടാക്കിയെടുക്കാം. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞു. അതിനുശേഷം ഈ പുട്ട് പൊടി ഇളക്കി വെച്ചിരിക്കുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ കൈയും കൊണ്ട് നനയ്ക്കേണ്ട കാര്യവുമില്ല. വെള്ളത്തിൻ്റെ എമൗണ്ട് കറക്റ്റായിട്ട് കമ്പനിക്കാർ പറയുന്ന രീതിയിൽ ചെയ്യുക. ഈ പൊൻകതിറിന് എത്ര പുട്ടുപൊടി എടുക്കുന്നോ അത്രയും തന്നെ വെള്ളമാണ് കമ്പനിക്കാർ സജസ്റ്റ് ചെയ്യുന്നത്. ഇത് ഒന്നിളക്കി മിക്സിയുടെ ജാറിലേക്കിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ട കെട്ടാതെ തന്നെ കൈയും കൊണ്ട് നനയ്ക്കാതെ തന്നെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും ആവശ്യത്തിന് തേങ്ങ ചേർക്കുക. തേങ്ങായും ഈ ബ്രൗൺ കളറിലുള്ള മട്ട അരിയുടെ പുട്ടുപൊടിയും ഷുഗറിനെ കുറയ്ക്കുന്നതാണ്. കൂടാതെ ഈ ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ് ഇതെല്ലാം പൊടിച്ച് ചേർക്കുന്നതും ഡയബറ്റീസിനെ കുറയ്ക്കുന്നതാണ്. ആവശ്യത്തിന് തേങ്ങയും ചേർക്കുക. സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങ, അതിനുശേഷം നനച്ച പൊടി ഇതെല്ലാം കൂടി ഇട്ട് പല ലെയറായിട്ട് പുട്ടുകുറ്റിയിലേക്കിട്ടിട്ട് വീണ്ടും സ്റ്റീം ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും പുട്ടുണ്ടാക്കുമ്പോൾ ഡയബറ്റിക്സ് രോഗികൾക്കുണ്ടാക്കുമ്പോൾ വെള്ള പച്ചരിയുടെ പൊടി കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കമ്പയർ ചെയ്യുകയാണെങ്കിൽ മട്ട അരിയിലാണ് ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് കുറവ്. അതുപോലെ പുട്ടിൻ്റെ കൂട്ടത്തിൽ കടലക്കറി കഴിക്കുകയാണെങ്കിൽ അതും ആ ഡയബറ്റിക് പേഷ്യൻസിന് ഹെൽപ്പ് ചെയ്യും പഴം കൂട്ടി കഴിക്കുന്നതിലും. ഇവിടെ പുട്ടുകുറ്റി നിറച്ചെടുത്തിട്ടുണ്ട്. അത് വീണ്ടും ഞാനിവിടെ ഒരു പ്രഷർ കുക്കറിൻ്റെ ഇതിലേക്ക് വെച്ചിട്ട് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. പ്രഷർ കുക്കറിൽ സ്റ്റീം വന്നതിന് ശേഷം പുട്ടുകുറ്റി ഇതുപോലെ വെക്കുക. ഇതിൽ കൂടെ ആവി വന്നതിന് ശേഷം അടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്.